എന്റെ പൊന്നാങ്ങളെ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ആ ചെറുക്കനെ കെട്ടിച്ചു കൊടുക്കുന്നതിന് ഭേദം നിങ്ങളുടെ പെണ്ണിനെ അങ്ങ് തല്ലിക്കൊല്ലുന്നത്. അവനപ്പോ അത്രയ്ക്ക് പിഴയാണോ? പിഴയെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. പെപ്പഴ ദൈവമായിട്ടാ പെങ്ങളെ ഞങ്ങളെ മുന്നിൽ കൊടുത്തത്, അല്ലെങ്കിൽ പെട്ടുപോയത്. ഞാനിവിടെ ഉള്ളത്തോളം കാലം ആങ്ങളമാർക്ക് നല്ലതേ വരും. എന്നാലും ഏത് തെണ്ടുകളാണ് നിന്റെ ഈ കല്യാണം അല്ലേ മുടക്കുന്നത്? എനിക്കറിയാവോ. ജയക്കൂട്ടാ, കഴിഞ്ഞ നിനക്ക് 12 ഒരു ആലോചന വന്നായിരുന്നല്ലേ? ഒരാലോചന വന്നായിരുന്നു ചേച്ചി. നമ്മുടെ ഭാഗ്യത്തിനെ അവർ എന്റെ കടയിൽ വന്നാ നിന്നെ കുറിച്ച് അന്വേഷിച്ച്. ഞാൻ പറഞ്ഞു നമ്മുടെ സ്വന്തം പയ്യനാ, കിടിലം പയ്യനാ, ധൈര്യമായിട്ട് കെട്ടിച്ചു വിട്ടോളെ. അത് നടന്നില്ല ചേച്ചി. അയ്യോ, അതെന്ത് പറ്റിയടാ? ഇവിടെ ഏതോ തന്തയ്ക്ക് മുന്നേ ഉണ്ടായാളുമാർ എന്നെ കുറിച്ച് ഞാൻ അനാവശ്യമൊക്കെ പറഞ്ഞു കൊടുത്ത് അതങ്ങ് അലക്കി. അയ്യോ, നിന്നെ കുറിച്ച് ഇവിടെ ആർക്കടാ എതിരഭിപ്രായം ഉള്ളത്? നീ നല്ല പയ്യനല്ലേടാ. അല്ലേ, ഷിജുവണ്ണൻ്റെ ഭാര്യയൊക്കെ തന്നെ സമ്മതിച്ചു. പക്ഷെ എൻ്റെ നിന്റെ അടക്കം ഈ നാട്ടിലെ സകല ആൾക്കാരുടെയും കല്യാണം മുടക്കുന്ന ഈ പെണ്ണും കൂടെ. അതിനാണ് അവർ ആ കടം തുറന്നു വെച്ചിട്ടിരിക്കുന്നത്. പോടാ, ഷിജുവിന്റെ ഭാര്യയൊന്നും നമ്മളോടൊന്നും അങ്ങനെ ചെയ്തൊന്നുമില്ല. ആ ഉണ്ട ഗ്യാസ് പോയ 6 സോഡയും 4 നാരങ്ങായിട്ട് അവരിയ്ക്കുന്നത് എന്തിനാ? കല്യാണം മുടക്കാൻ ഒരു സ്ഥാപനം, അത്രേ ഉള്ളൂ. ഉറപ്പാണോ? എടാ 100% ഉറപ്പ്. പണ്ട് ഇവരെ തള്ളയായിരുന്നു ആ മാടക്കടയിൽ ഇരുന്ന് കല്യാണം എല്ലാം മുടക്കുന്നത്. അവർ ചത്തപ്പോൾ ആ സ്ഥാനത്തേക്ക് ഇവർ വന്നു. വാ ചോദിക്കട്ടെ. എന്താടാ? ഞാൻ മുമ്പേ അവനുണ്ടായിരുന്നോണ്ട് പറയാൻ ഞാൻ ഇങ്ങനൊരു വിവരം അറിഞ്ഞു. എന്ത് വിവരമാടാ? ഈ നാട്ടിൽ ചില തെണ്ടികൾ പറയുന്നതേ എനിക്ക് വരുന്ന ആലോചനയൊക്കെ മുടക്കുന്ന ചേച്ചിയാന്നാ. അയ്യോ, ഞാനെന്തിനാണ് നിനക്ക് വരുന്ന ആലോചന മുടക്കുന്നേ? അതല്ലയോ കഷ്ടം. നാട്ടുകാർ പറയുന്നത് ചേച്ചി എന്നെ വേറൊരു പെണ്ണിന് കൊടുക്കത്തില്ലെന്നാ. എന്നുവെച്ചാ നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ചേച്ചി നമ്മൾ തമ്മിൽ ഡിങ്കോൾഫി ആന്നാ ഇമാര് പറയുന്നത്. ഒന്ന് ആലോചിക്കും, ഷിജോണ്ണാണ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചേച്ചിയെ വെട്ടിക്കൊല്ലും, പിന്നെ എന്നെ വെട്ടിക്കൊല്ലും. അയ്യോ പറഞ്ഞോളെ, ഷിജോണ്ണ എന്നാ ലീവിന് വരുന്നേ? സെപ്റ്റംബറിൽ വരും. സെപ്റ്റംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തില്ലയോ? എന്റെ പൊന്നിയേച്ചി, അതിനു മുമ്പ് എന്റെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ 2 കുടുംബം അനാഥമായി പോകും. നിന്റെ നക്ഷത്രം ഏതാ? ചതയം. ഷിജോണ്ണം വരുന്നതിന് മുമ്പ് നിന്റെ കല്യാണം നടക്കാൻ ഞാനൊരു സ്വയംവര പുഷ്പാഞ്ജലി നടത്തട്ടെ. എന്റെ കല്യാണം നടക്കേണ്ടത് എന്നെക്കാളും ചേച്ചിയുടെ ആവശ്യമാണ്, അത് ഓർമ്മ വേണം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ സ്ട്രിക്ട്ലി പേഴ്സണൽ ആയിട്ടൊരു കാര്യം പറയാം, അതൊരു കാരണവശാലും ഷിജോണിന്റെ ചെവിയിൽ എത്തരുത്. ഞാൻ നടക്കുമ്പോൾ ഒരു മുടന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ ഇളയ കൊച്ചിന് അതുപോലെ എന്തെങ്കിലും ഉണ്ടോ? അതവള് കൊണ്ട് ഉരുണ്ട് വീണ് ചിരട്ട പൊട്ടിയത് കൊണ്ടോ? അതൊക്കെ ഈ നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? അവര് പറയുന്നത് ഞാൻ നടക്കുന്ന പോലെ നിങ്ങളുടെ ഇളയ കൊച്ചു നടക്കുന്നതെന്ന്. കരയാതെ ചേച്ചി, കരയാതെ. ഷിജോണ്ണം വരുന്നതിന് മുന്നേ നമുക്ക് ഇതെല്ലാം ശരിയാക്കണം. ശരി, അപ്പൊ പറഞ്ഞ പോലെ ചുണ്ട ഏതാണ്ടിരിക്കുന്നത് അതങ്ങ് തുടച്ചോളാം. അയ്യോ, ആരോടും പറയാതിരിക്കല്ലേ. എടി ഒരുമ്പട്ടവളെ, എന്ത് ദൈവമേ, എന്റെ ഷിജുമോൻ ഈ ഗതി വന്നല്ലോ. വേറെ കൊതിഞ്ഞോണയും പറയാതെ. എനിക്ക് സ്വത്തും പണമൊന്നും മുഖ്യമല്ല, പക്ഷെ പയ്യന്റെ സ്വഭാവം നല്ലതായിരിക്കും. ഇത്രയും തങ്കപ്പെട്ട ഒരു ചെറുക്കൻ ഞങ്ങളുടെ പഞ്ചായത്തിലില്ല. ആഹാ, അത്രയ്ക്ക് മിടുക്കനാണോ? മിടുക്കനാണോന്നോ? വെറും ഒരു മാടക്കടയും കൊണ്ടിരുന്ന എന്നെ ഈ ബ്രോക്കർ ഫീൽഡിലോട്ട് ഇറക്കിയതേ അവനാ. അവൻ ഒറ്റ നിർബന്ധമേ ഉള്ളൂ, ഈ സെപ്റ്റംബറിന് മുമ്പ് അവന്റെ കല്യാണം നടക്കണം. അതും ഞാൻ തന്നെ നടത്തണം.